നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ നമ്മൾ പെർഫെക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയും അതുമായിട്ടുള്ള ബന്ധം പെർഫെക്റ്റായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയും അതേസമയം നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളെ അനുഭവിച്ചു പോവുകയും ചെയ്യണം. ഒരു വ്യക്തിയിലുണ്ടാകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള നിത്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നത്തിൽ പോയി വീഴും. അവിടെ നിന്നാണ് നമുക്ക് രോഗങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ സജീവമായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതം. അത് തുടർന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു. കാരണം മെമ്മറി, ചുറ്റുപാടും കണ്ട അവസ്ഥ നമ്മളെ സ്വാധീനിക്കുന്നു. ചുറ്റുപാടും കണ്ട കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതും ഇതും തമ്മിൽ ഒരു കമ്പാക്റ്റബിലിറ്റി ഇല്ലാണ്ട് പോകുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് പ്രോബ്ലം. അപ്പം നമുക്ക് നമ്മളെ റിയലൈസ് ചെയ്ത ഭാഗം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. നമ്മളെ പെർഫെക്റ്റായിട്ട് റിയലൈസ് ചെയ്ത ഭാഗം ഉണ്ടെങ്കിൽ ആ റിയലായിട്ടുള്ള ഭാഗം നമ്മളുടെ എക്സ്പീരിയൻസിലുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് അല്ലേ. അതിനകത്ത് എവിടെ ഡൗട്ട് വരുന്ന എവിടെയാണ്? അവിടെ ഒരു കാരണവശാലും ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ കോൺഫ്ലിക്റ്റിംഗ് എന്ന് വരുന്നതിൻ്റെ കാരണം എൻവയോൺമെൻറ്റിൽ കാണുന്ന ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുടെ മെമ്മറി. ആ മെമ്മറി ഞാൻ എന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിൽ സ്വാധീനം ചെലുത്തിയാൽ, മറ്റൊന്നിന് എന്നേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുത്താൽ പ്രോബ്ലം ഉണ്ടാവും. അത് യാതൊരു സംശയമില്ല. അപ്പോൾ എത്രത്തോളം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്, അല്ല ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പലതും കാണിക്കാൻ പറ്റും, പലതും ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരിൽ അയാൾക്ക് കിട്ടുന്ന അംഗീകാരം അതൊരിക്കലും ആ വ്യക്തിയെ നിലനിർത്തത്തില്ല. അപ്പം നമ്മളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല, നമ്മൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥ വളരെ പ്യുവറാണ്, വളരെ പെർഫെക്റ്റാണ്. അതുമായിട്ടുള്ള അസോസിയേഷനാണ് നമുക്ക് നിലനിൽക്കാനുള്ള അവസരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര രസമാണ്, ഇത് ജോയ്ഫുള്ളാണ്, ഇത് പെയിൻഫുള്ളല്ല. ഇപ്പോൾ പെയിൻ എന്ന് പറയുന്നത് ആ ട്രാക്കിൽ നിന്ന് മാറുന്നതാണ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ട്രാക്കിൽ നിന്ന് മാറുമ്പോഴാണ് പെയിൻ ആകുന്നത്. അപ്പോൾ പെയിൻ ഒരു